എന്തൊരു ഉത്സാഹമായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ആ താലിമാല വാങ്ങിക്കൊണ്ട് കൊടുക്ക. എന്നിട്ട് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായോ? ഇല്ല. ഇല്ലെന്ന് മാത്രമല്ല, അതിടേണ്ടവര് ആ വീട്ടിൽ നിന്ന് തെറിക്കുകയും ചെയ്തു. ഓ, അത് ശരി. അപ്പോ വിവരങ്ങളൊക്കെ അപ്പപ്പോ തന്നെ അറിയുന്നുണ്ടല്ലേ? പിന്നല്ലാതെ. അത്രയ്ക്ക് വലിയ നെറ്റ്വർക്ക് അല്ലേ എനിക്ക്. ന്യൂസ് അപ്പപ്പ എന്റെ ചെവിയിലെത്തും. ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ സന്തോഷിക്കുന്നത് മാനസിക രോഗികളായിരിക്കും. എടി, നിന്നെ പിടിച്ച് ചികിത്സിക്കാ വേണ്ടത്. എന്നെ കുറിച്ചോർത്ത് ഇനി സാറ് ദുഃഖിക്കണ്ട. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട ആ നിമിഷം അറ്റുപോയതാ നമ്മൾ തമ്മിലുള്ള അടുപ്പം. ഞാനിനി എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇഷ്ടമുള്ളതുപോലെയല്ലേ നീ ജീവിച്ചോണ്ടിരുന്നത്? എന്റെ താലി നിങ്ങൾ അറുത്ത് കളഞ്ഞു. എന്നിട്ട് ആ പാർവതിയുടെ താലിയായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായോ? എന്റെ ശാപം അത്. അതിനി ഓരോരുത്തരായിട്ട് അനുഭവിക്കുകയും ചെയ്യും. എടി, നിനക്ക് താലിയെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയടി ഉള്ളത്? പാർവതി അമ്മ ഇറങ്ങിപ്പോയെങ്കിലേ എവിടേക്കാ പോയതെന്ന് കണ്ടുപിടിക്കാനും ഞങ്ങൾക്കറിയാം. അതോർത്ത് നീ വിഷമിക്കണ്ട. എനിക്കെന്ത് വിഷമം? എനിക്ക് സന്തോഷേ ഉള്ളൂ. ആ വീട് നശിക്കണം. ദേവിക തെരുവിലിറങ്ങണം. അങ്ങനെ ഒരു കാഴ്ച കാണാനാ ഇനി ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ദേവിക്ക് ഒരിക്കലും അങ്ങനൊരു അവസ്ഥ വരില്ലടി. ദേവികയുടെ വലം കൈ എന്റെ ഇടം കൈയിൽ സുരക്ഷിതമായിരിക്കും. ആദ്യം സുധി, പിന്നെ നിത്യ, ഇപ്പതാ പാർവതിയമ്മ. ആ വീട്ടിൽ ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്ത ഊഴം ദേവികയുടെ ആയിരിക്കും. പറഞ്ഞില്ലേ ഇടം കൈയിൽ വലം കൈ ഉണ്ടാവുമെന്ന്? ഉണ്ടാവുന്നത് വലം കൈ ആയിരിക്കില്ല. പകരം ഒരു പിടി പൂക്കളായിരിക്കും. അതെന്തിനാണെന്നറിയോ? ഇട, നെഞ്ചിലേക്കിട. ഒരു നിലവിളക്കിന് താഴെ കിടത്തിയിട്ടുണ്ടാവും ദേവികയെ. കാണാൻ ചെല്ലുമ്പോഴേ അപ്പ ഇട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ തല്ലണോ? തല്ലിക്കൂ. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയാ. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് ഡാഡിയെ തീരെ വിശ്വാസമില്ല. ഡാഡി കാരണമായിരിക്കോ അമ്മ ഇറങ്ങിപ്പോയത്? അത് കഴിഞ്ഞില്ലേ. ആര് കാരണമാണെങ്കിലും അല്ലെങ്കിലും ഒരപകടവും കൂടാതെ അമ്മ എത്തേണ്ടടുത്തെത്തി. അതിന് നന്ദി പറയേണ്ടത് ദേവികയോടാ. ദേവികയാ അമ്മയെ വഴിയിൽ വെച്ച് കണ്ട് കാര്യങ്ങൾ തിരക്കിയത്. അപ്പോഴേക്കും വിശാലും അവിടെ എത്തി. വിളിച്ചിട്ട് താങ്ക്സ് പറയണമെന്ന് വെച്ചാ ദേവിക അതെങ്ങനെ എടുക്കുമെന്നറിയില്ല. നമ്മളോടുള്ള നീരസം ഇപ്പോഴും കാണുമല്ലോ മനസ്സിൽ. എന്നിട്ടും സഹായിച്ചു. അതാണ് ദേവികയുടെ മനസ്സ്. എന്തായാലും അമ്മയെ അവിടെ തന്നെ നിർത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പൊന്നുമണിയുടെ കൂടെ അമ്മ നിന്നാൽ ശരിയാവില്ല. ഒരു വാടക വീടെടുക്കണം, എന്നിട്ട് അങ്ങോട്ട് മാറണം. അമ്മ തനിച്ച് വാടക വീട്ടില് അതെങ്ങനെ ശരിയാകും? തനിച്ചായിരിക്കില്ല, ആരെങ്കിലും ഉണ്ടാവും കൂടെ. ഒരു ജോലിക്കാരിയെ കൂടി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവുമല്ലേ? എന്തിന്? എന്റെ ഡാഡി ഇവിടെ പിടിച്ചു നിർത്തിയതുകൊണ്ടല്ലേ? ഒരു മകനെന്ന നിലയിലുള്ള കടമയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നേ? സാധാരണ കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലല്ലേ? അതിനെ സാധിക്കാത്തതിന്റെ കാരണം ഞാനല്ലേ? തന്റെ ഡാഡിക്ക് വയ്യാത്തോണ്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. എന്റെ അമ്മയുടെ കൂടെ പൊന്നുമണിയെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെ ആരാ ഉള്ളത്? അതുകൊണ്ട് താൻ കാരണം ഞാൻ വിഷമിക്കുന്നുവെന്ന് ചിന്തിക്കണ്ട. എന്നാലും അമ്മയ്ക്കൊരാവശ്യം വന്നപ്പോ സഹായിക്കാൻ പറ്റിയില്ലല്ലോ. ഡാഡിയോട് ചോദിക്കാൻ വേണ്ടത് എന്തിനാ പാവ അമ്മ ഇറക്കി വിട്ടതെന്ന്. വഴക്ക് വേണ്ട.
അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. വീടെടുക്കുന്നതോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് അവസാനിക്കും. പിന്നെ എന്ത് വേണമെന്ന് അപ്പം ആലോചിക്കാം. വീട് വാടകയ്ക്കെടുത്ത ജോലിക്കാരിയെ ഒന്നും അന്വേഷിക്കണ്ട, നമുക്ക് അങ്ങോട്ട് മാറാം. അപ്പൊ ഡാഡി? തൽക്കാലം അപ്പച്ചിയുണ്ടല്ലോ, പിന്നെ സ്വാമിയില്ലേ. കണ്ണീച്ചോരയില്ലാത്ത ഡാഡിയുടെ അടുത്ത് നമ്മളും തിരിച്ച് അങ്ങനെ തന്നെ പെരുമാറിയാ മതി. അത്രയേ ഡാഡി അർഹിക്കുന്നുള്ളൂ. ആ, അമ്മയാണല്ലോ. ഹലോ അമ്മേ. ആ മോളെ, എന്താ അമ്മേ വല്ലാതെ സംസാരിക്കുന്നേ? ഇവിടെ ആകെ പ്രശ്നമാ മോളെ. പ്രശ്നോ? ഏയ്, എന്താ? എന്തു പറ്റി? വീണ്ടും അവള് പ്രശ്നം ഉണ്ടാക്കിയോ? എനിക്കല്ല പ്രശ്നം, അവൾക്കാ. ആ ശരവണന്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോകുന്നില്ലെന്ന്. അവൾ ഇവിടെ കയറി താമസമാക്കി. നമ്മുടെ വീട്ടിലോ? അതെ മോളെ. അവള് വന്നേ പിന്നെ പൊന്നുമണി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അബദ്ധം പറ്റി നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാലും അത് ശരിയല്ലല്ലോ അമ്മേ. നമ്മുടെ വീട്ടിൽ കയറി വേറൊരാള് താമസിക്കാന്ന് പറഞ്ഞ അത് മോശമല്ലേ? അമ്മ വെച്ചോ, ഞാൻ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം. ശരി മോളെ. ഇനി ആലോചിക്കാനൊന്നുമില്ല. എല്ലാത്തിനെയും അവിടെ നിന്ന് ഇറക്കി വിടണം. ആ വീടെന്താ സത്രമാണോ? വരുന്നവർക്കും പോകുന്നവർക്കും താമസിക്കാൻ. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇനി നാണക്കേടൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പോലീസെങ്കിൽ പോലീസ്, ആരിടപെട്ടിട്ടാണെങ്കിലും അവരെ അവിടെ നിന്ന് ഓടിച്ചേ പറ്റൂ. രാത്രിയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയേനെ. നാളെ നേരം വെളുക്കട്ടെ. പൊന്നുമണി എന്ന പ്രശ്നം നാളത്തോടെ ഇല്ലാതാവും. വഴക്കിനൊന്നും നിൽക്കണ്ട, സാവകാശം പറഞ്ഞു മനസ്സിലാക്കിയാ മതി. പറഞ്ഞാ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ അതുപോലെ ചെയ്തോളാം. രക്ഷയില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറക്കി. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല.